ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ വീടും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം ഞാൻ രാവിലെ തന്നെ അടിച്ചുവാരൊക്കെ നടക്കലാണ്. വേറെയും പണി ഒരുപാടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒന്ന് വീടൊന്ന് ക്ലിയർ ആക്കട്ടെ എന്ന് കരുതി. കുട്ടികളാണെങ്കിൽ തൊപ്പിയും അതും അവിടെയും ഇവിടെയൊക്കെ ഇട്ടിട്ടാണല്ലോ, അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് കരുതി. ബുക്കൊക്കെ ഒന്ന് സ്റ്റഡിയാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ ഓരോരോ പണിയിലാണ് കേട്ടോ. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ റൂമൊക്കെ അടിച്ച് വാരി ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ നമുക്ക് പണിക്കാർക്ക് വേണ്ടി നമുക്ക് പയറും കഞ്ഞിയും ഉണക്ക പൊരിച്ചതൊക്കെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ പ്ലേറ്റൊക്കെ നമുക്കൊന്ന് പയർ വിളമ്പാന്ന് കരുതി ഒന്ന് ക്ലീനാക്കി വെക്കാൻ കരുതി. ഇത് കഞ്ഞി വിളമ്പാൻ പറ്റിയൊരു പ്ലേറ്റാണ് കേട്ടോ. നല്ല പ്ലേറ്റും പയർ വിളമ്പാൻ പറ്റിയൊരു കോപ്പയും. അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്ലീനിങ് ആയിട്ട് രാവിലത്തെ അടിക്കലും പാലും അതും കഴിഞ്ഞ് നമ്മുടെ പ്ലേറ്റും അതൊക്കെ കഴുകലും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കഴുകി വെച്ച കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇനി കഞ്ഞിക്ക് വേണ്ടി വെള്ളമൊക്കെ വെക്കണം. അപ്പോൾ നമ്മൾ കഞ്ഞിക്ക് വേണ്ടി അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ച് അടുപ്പിൽ നല്ല വിറകാണ് കേട്ടോ. നല്ല വിറക് തന്നെ കഞ്ഞിൻ്റെ വെള്ളം തിളക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് വേണ്ടുന്ന കുറച്ച് അരികളൊക്കെ ഇടണം. അപ്പോൾ അരിയൊക്കെ ഇട്ട് അവിടെ കഞ്ഞി അവിടെ നിന്ന് വേകുമ്പോഴേക്കും വേറുള്ള പണിയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇതാ പയർ വെക്കാമെന്ന് കരുതി. അപ്പോൾ പയറൊന്ന് കഴുകട്ടെ. പയർ ഞാൻ കുക്കറിലാണ് കേട്ടോ വെക്കൽ. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 7 വിസിൽ കൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ അത് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ പയറൊക്കെ നല്ല വൃത്തിയായി കഴുകി അതിൽ കല്ലുകളോ ഒക്കെ ഉണ്ടെന്ന് നോക്കണം. നല്ല പയറാണ്. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അതവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പയറിൽ മുറിച്ചിട്ടത് ഒരു പച്ചമുളകും ഒരു ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് ഇട്ടത്. അപ്പോഴേക്കും ഇതാ കുട്ടികളുടെ ഉപ്പ കടയിൽ പോയി സാധനമൊക്കെ വാങ്ങാൻ പോകുന്നുണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് രണ്ടാളും. അപ്പോൾ ഇതാണ് നമ്മുടെ മയിൽവാഹനം, അതായത് ഓട്ടോറിക്ഷ. നമ്മൾ യാത്ര ചെയ്യുന്നൊരു വാഹനമാണ്. സാധനം വാങ്ങുവാൻ പോകുവാനും നീണ്ട പണിക്ക് പോകുവാനും എല്ലാം ഒക്കെയുള്ളൊരു വണ്ടിയാണ് നമ്മുടെ മയിൽവാഹനം. അവിടെ നമ്മുടെ മോൻ ടാറ്റയ്ക്ക് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇവർ പോയിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുവാൻ. ഒരുപാട് പണികൾ ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ പോയിട്ടൊക്കെ വരട്ടെ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കഥ എന്താണെന്ന് നോക്കാം. നമ്മുടെ കഞ്ഞി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും പണിക്കാർക്ക് വേണ്ടി ചൂടുവെള്ളത്തിന് വേണ്ടി നമ്മുടെ റീഷാൻ മോൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ റെഡിയാക്കി നമ്മൾ ജഗ്ഗിലേക്ക് ഒഴിച്ചാൽ അവനൊന്ന് വിടട്ടെ എന്ന് കരുതി. നല്ല വെയിലാട്ടോ. കുട്ടികളൊക്കെ വെയിൽ കൊണ്ടു ഇതായി. അപ്പോൾ ഇത് അവൻ വെള്ളം കൊണ്ട് പോവുകയാണ്. അപ്പോൾ വണ്ടീൻ്റെ താക്കോലാന്ന് കിട്ടിയിട്ട് അത് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ പയർ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പയർ വെന്തതിന് ശേഷം ചെയ്യാൻ പോകുന്നത് കടുവും കറിവേപ്പിലയും ഇട്ടിട്ട് കാച്ചിട്ട് ഒഴിക്കണം കേട്ടോ. ഞാൻ ആദ്യം പയറിന് ഇങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് അറിയില്ല ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിൽ നമ്മുടെ അറിയുന്നവർ പറഞ്ഞാണ് ഇങ്ങനെ പയർ കാച്ചിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തെരണ്ടി പൊരിക്കുമ്പോൾ അതും ഒരു ട്രിക്ക് എനിക്ക് പഠിപ്പിച്ചു തന്നു കേട്ടോ. തെരണ്ടി പൊരിക്കുന്നതിന് മുമ്പ് വെളിച്ചെണ്ണയിൽ പച്ചമുളക് മുറിച്ചിട്ടതിന് ശേഷം ഉണക്കിട്ട് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ കഞ്ഞും പയറും ഇവിടെ റെഡി. പണിക്കാർക്കൊക്കെ കൊണ്ടുപോയി തെരണ്ടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ പയറും ഒന്ന് കഴിച്ചൊരു കഷ്ണം തെരണ്ടിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. അടുത്ത വീട്ടിൽ